ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചെന്ന ആക്ഷേപം കടുപ്പിച്ച് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ സീറ്റ് നൽകിയതാണ് വലിയ വിമർശനത്തിനിടയാക്കിയത്. പ്രതിപക്ഷ നേതാവിന് മുൻനിരയിൽ സീറ്റ് നൽകണമെന്നതാണ് പ്രോട്ടോകോൾ എന്നിരിക്കെ അവസാന നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം അനുവദിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്ന വിമർശനം ഉയർന്നത്. മനു ഭാക്കർ, സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരയിൽ. ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, മലയാളി താരം PR ശ്രീജേഷ് എന്നിവർക്കും രാഹുൽ ഗാന്ധിക്ക് മുന്നിലാണ് ഇരിപ്പിടം കിട്ടിയത്. മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അമിത് ഷാ, S ജയശങ്കർ എന്നിവർ ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ പദവി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിലും പിൻനിരയിലാണ് രാഹുലിന് സീറ്റ് അനുവദിച്ചത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലെ NDA ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് ഒന്നാം നിരയിലാണ് സീറ്റ് അനുവദിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതോടെ പ്രതികരണവുമായി പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തി. ഒളിമ്പിക് മെഡൽ ജേതാക്കൾക്ക് മുൻനിരയിലെ സീറ്റ് അനുവദിച്ചതിനാലാണ് രാഹുൽ ഗാന്ധിയെ പിന്നിലേക്ക് മാറ്റേണ്ടി വന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഇരിപ്പിടം തയ്യാറാക്കുന്നതുമൊക്കെ പ്രതിരോധ മന്ത്രാലയമാണ്. സർക്കാരിന്റെ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവെന്ന പദവിയെ അപമാനിക്കുകയാണ് സർക്കാരിന്റെ നടപടിയെന്നാണ് വിമർശനം. സ്വാതന്ത്ര്യമെന്നത് കേവലം ഒരു വാക്കല്ലെന്നും ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ മൂല്യങ്ങളിൽ ഇഴചേർന്ന നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചമെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ രാഹുൽ ഗാന്ധി കുറിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100-ലേറെ സീറ്റ് ലഭിച്ചതോടെയാണ് 10 വർഷം ഒഴിഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ എത്തിയത്. 52 സീറ്റിൽ നിന്നാണ് കോൺഗ്രസിന് ഇത്തവണ ജനസമ്മതി മെച്ചപ്പെടുത്താനായത്.